നമ്മുടെ വീടുകൾ എത്രമാത്രം മാറി എന്ന് നിങ്ങൾക്കറിയാം. അപ്പോ അനുനിമിഷം നമ്മുടെ ഗൃഹനിർമ്മാണത്തിൽ, നമ്മുടെ അടുക്കളയിൽ, നമ്മുടെ ഭക്ഷണ രീതിയിൽ, നമ്മുടെ വസ്ത്രധാരണ രീതിയിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മുടെ മനുഷ്യരിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും മനുഷ്യനെ വേർതിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ഉണ്ടാവുക. അപ്പൊ 3 തരത്തിലാണ് സ്റ്റോൺ ഏജ് ഉള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ഒന്ന് പാലിയോളിത്തിക് ഏജ് എന്ന് പറയുന്ന പുരാതന ശിലായുഗം. അതിനിടയിലുള്ള മെസോളിത്തിക് ഏജ് എന്ന് പറയുന്ന മധ്യശിലായുഗം. ഏറ്റവും അവസാനമുള്ള നിയോളിത്തിക് ഏജ് എന്ന് പറയുന്ന ആധുനിക ശിലായുഗം അല്ലെങ്കിൽ നവീന ശിലായുഗം. അപ്പൊ ഈ 3 ശിലായുഗത്തിന്റെയും ഉപകരണങ്ങളുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം പരീക്ഷയ്ക്ക് നിർബന്ധമായും ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് ഒന്നുകിൽ പുരാതന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ മധ്യകാല ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ പ്രത്യേകതകളെ കുറിച്ചായിരിക്കാം, അതുമല്ലെങ്കിൽ നവീന ശിലായുഗത്തിലെ ഉപകരണങ്ങളുടെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ടായിരിക്കാം. സാധാരണ അത് 3 4 അല്ലെങ്കിൽ 4 ഓപ്ഷനുകൾ തന്ന് ഇതുമായി ബന്ധപ്പെടാത്തതേത് എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങളാണ് സാധാരണയായി ചോദിക്കാറുള്ളത്. അപ്പൊ നമുക്കറിയാം, പാലിയോളിത്തിക് മനുഷ്യൻ എന്ന് പറയുന്നത് പുരാതന ശിലായുഗത്തിലെ മനുഷ്യനാണ്. പുരാതന ശിലായുഗത്തിലെ മനുഷ്യന്റെ ഉപകരണങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, പരുക്കൻ ശിലാ ഉപകരണങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് പുരാതന ശിലായുഗം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മിനുസപ്പെടുത്താത്ത ഉപകരണങ്ങൾ മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് പുരാതന ശിലായുഗം എന്ന് പറയുന്ന ആ കാലഘട്ടം. ഇപ്പൊ പുരാതന ശിലായുഗം എന്ന് പറയുന്നത് ശിലായുഗത്തിന്റെ ആദ്യഘട്ടമാണ്. പരുക്കൻ ശിലാ ഉപകരണങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങിയ ഘട്ടമാണ്. വേട്ടയാടലും ഭക്ഷ്യശേഖരണവും മനുഷ്യന്റെ പ്രധാനപ്പെട്ട അന്നത്തെ തൊഴിലായി വന്നത് പുരാതന ശിലായുഗത്തിലാണ്. ഇതാണ് പുരാതന ശിലായുഗത്തിന്റെ പൊതുവായ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. മധ്യശിലായുഗത്തിലാണെങ്കിൽ മൈക്രോലിത്തുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം ഉപകരണം മനുഷ്യൻ ഉപയോഗിക്കാൻ തുടങ്ങിയ കാലഘട്ടമാണ് മധ്യശിലായുഗം എന്ന് പറയുന്നത്. മധ്യശിലായുഗത്തെ കുറിച്ച് പരീക്ഷയ്ക്ക് പലപ്പോഴായി ചോദിച്ചിട്ടുള്ളത് മൈക്രോലിത്തുകൾ എന്ന് പറയുന്ന സൂക്ഷ്മ തല ശിലായുധങ്ങൾ എന്ന് പറയുന്ന ഉപകരണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ്. എന്നാൽ നവീന ശിലായുഗം എന്ന് പറയുന്നത് അതിൽ നിന്നൊക്കെ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. മനുഷ്യൻ കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ? യെസ്. മനുഷ്യൻ കൃഷി ആരംഭിച്ചത് നവീന ശിലായുഗത്തിലാണ്. ആ കൃഷിയിൽ നിന്ന് കിട്ടുന്ന മിച്ചമായി വരുന്ന വസ്തുക്കൾ സൂക്ഷിച്ചു വെക്കുന്നതിന് മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. കൃഷിക്കും അവന്റെ നിത്യോപയോഗ ആവശ്യങ്ങൾക്കുമായി മൃഗങ്ങളെ മെരുക്കി വളർത്താൻ തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് മനുഷ്യൻ സ്ഥിരമായി താമസിക്കാൻ തുടങ്ങിയത് നവീന ശിലായുഗത്തിലാണ്. ഞാൻ ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് പാലിയോളിത്തിക്, പാലിയോളിത്തിക് എന്ന് പറഞ്ഞാൽ പുരാതന ശിലായുഗം, മെസോളിത്തിക് എന്ന് പറയുന്ന മധ്യശിലായുഗം, ആൻഡ് ദ തേർഡ് വൺ ദ നിയോളിത്തിക് ഏജ്, നവീന ശിലായുഗം. ഈ ശിലായുഗത്തിന്റെ പ്രത്യേകതകളിൽ നിന്ന് മിക്കവാറും പരീക്ഷകളിൽ ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഒരു മാർക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ആ രൂപത്തിൽ അത് കവർ ചെയ്ത് പോകണം എന്നുള്ളതാണ് പറയാൻ. പിന്നീട് ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല നമ്മുടെ പുരാതന സംസ്കാരങ്ങളെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ലോകത്ത് നിലനിന്നിരുന്ന ഒരുപാട് സംസ്കാരങ്ങളുണ്ട്. ഈജിപ്ഷ്യൻ സംസ്കാരമുണ്ട്,
അതുപോലെ തന്നെ മെസപ്പൊട്ടേമിയൻ സംസ്കാരമുണ്ട്. ഇന്ത്യയിലാണെങ്കിൽ ഹരപ്പൻ നാഗരികത എന്ന് പറയുന്ന സംസ്കാരമുണ്ട്. ലോകത്ത് യൂറോപ്പിലാണെങ്കിൽ ഗ്രീക്ക് സംസ്കാരവും റോമ സംസ്കാരവും ഉണ്ട്. ഈ സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതില് നമ്മൾ ഓർക്കേണ്ട ഏറ്റവും രണ്ട് മഹത്തായ സംസ്കാരങ്ങൾ എന്നറിയപ്പെടുന്നത് ഗ്രീക്ക് സംസ്കാരവും അതുപോലെ തന്നെ റോമ സംസ്കാരവും. ഗ്രീക്ക് സംസ്കാരം ലോകത്തിന് തത്വചിന്തയുടെ മേഖലകളിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകിയ സംസ്കാരമാണ്. പ്ലേറ്റോയെ പോലെ, അരിസ്റ്റോട്ടലിനെ പോലെ, സോക്രട്ടീസിനെ പോലുള്ള തത്വചിന്തകന്മാരെ സംഭാവന ചെയ്ത സംസ്കാരമാണ് ഗ്രീക്ക് സംസ്കാരം. എന്നാൽ റോമൻ സംസ്കാരം പുരാതന സംസ്കാരങ്ങളിൽ ഏറ്റവും വിപുലമായ, ഏറ്റവും വിശാലമായ സംസ്കാരമായിരുന്നു റോമൻ സംസ്കാരം. ലോകത്തിലെ മഹത്തായ ഭരണാധികാരികൾ ജൂലിയസ് സീസറിനെ പോലെ, അഗസ്റ്റസ് സീസറിനെ പോലെ, മർക്കസ് ഒറീലിയസിനെ പോലുള്ള പ്രഗൽഭ മതികളെ സംഭാവന ചെയ്ത സംസ്കാരമാണ് റോമൻ സംസ്കാരം. ഈ റോമൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് നിയമരംഗത്ത് അവർ നൽകിയ സംഭാവനകൾ. ഇനി പുരാതന സംസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് പുരാതന സംസ്കാരങ്ങളിൽ നിലനിന്നിരുന്ന ലിപികളെ കുറിച്ച്, പുരാതന ലിപികളെ കുറിച്ചുള്ള ചോദ്യം പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഹരപ്പയിലെ ലിപി എന്ന് പറയുന്നത് ഇതുവരെ ആർക്കും വായിച്ചെടുക്കാൻ പറ്റാത്ത ലിപിയാണ്. ഒരുപാട് പണ്ഡിതന്മാർ അതിൽ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഹരപ്പൻ ലിപി, നിഗൂഢ ലിപി എന്നാണ് ഹരപ്പൻ ലിപി അറിയപ്പെടുന്നത്. ഈജിപ്തിലാണെങ്കിൽ ഈജിപ്ത്യൻ ലിപി ഹൈറോഗ്ലിഫിക്സ് ലിപി എന്ന പേരിലാണ് ഈജിപ്ത്യൻ ലിപി അറിയപ്പെടുന്നത്, ഹൈറോഗ്ലിഫിക്സ്. മെസപ്പൊട്ടേമിയയിലാണെങ്കിൽ ലിപി, മെസപ്പൊട്ടേമിയൻ ലിപി വേറൊരു പ്രത്യേക ആംഗിളിലെ ലിപിയാണ്. ചൈനീസ് ലിപി എന്ന് പറയുന്നത് ചിത്രലിപിയാണ്. ഹരപ്പൻ ലിപിയും അതുപോലെ തന്നെ ചിത്രലിപിയാണ്. ഒരുപാട് ചിത്രങ്ങളെ വെച്ചുകൊണ്ടാണ് ഹരപ്പൻ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ള, ഒരുപാട് അടയാളങ്ങൾ വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ഹരപ്പൻ ഈജിപ്ത്യൻ സംസ്കാരവുമായി ബന്ധപ്പെട്ട ലിപി, ഞാൻ നേരത്തെ പറഞ്ഞ മെസപ്പൊട്ടേമിയയിലെ ക്യൂണിഫോം, മെസപ്പൊട്ടേമിയയിലെ ക്യൂണിഫോം, ഈജിപ്തിലെ ഹൈറോഗ്ലിഫിക്സ്, ഹരപ്പയിലെ പിക്ചറോഗ്രാഫിക് സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ചിത്രലിപി, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ഉണ്ടാകാറുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട മേഖല, ഇപ്പം ഹരപ്പൻ സ്ക്രിപ്റ്റ് ഇതുവരെ വായിച്ചെടുക്കപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഓരോ പ്രാചീന സംസ്കാരങ്ങൾക്കും ഓരോ പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര നിർമ്മിതി എന്ന് പറഞ്ഞാൽ അവരുടെ പിരമിഡുകളാണ്. മമ്മികൾ അടക്കം ചെയ്തിരുന്ന പിരമിഡുകളാണ് ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര നിർമ്മിതി. ആ ചരിത്ര നിർമ്മിതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പിന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഈജിപ്ത്, അതുപോലെ തന്നെ ഹരപ്പയിലാണെങ്കിൽ ഗ്രേറ്റ് ബാത്ത് എന്നറിയപ്പെടുന്ന സംസ്കാരത്തെ കുറിച്ച് നിങ്ങൾക്കറിയാം. ഗ്രേറ്റ് ബാത്ത്, വലിയ കുളം, ഹരപ്പയുടെ പ്രത്യേകതയാണ്. ഡ്രെയിനേജ് സിസ്റ്റം ഹരപ്പയുടെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ സിഗുറാത്തുകൾ എന്നറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഈ പ്രധാനപ്പെട്ട പ്രാചീന സംസ്കാരത്തിന്റെ പ്രത്യേകതകളായിട്ട് വരുന്നതാണ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ, സിഗുറാത്തുകൾ എന്ന് പറഞ്ഞാൽ മെസപ്പൊട്ടേമിയൻ സംസ്കാരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര നിർമ്മിതിയാണ് സിഗുറാത്തുകൾ. ഞാൻ ഇവിടെ 3 കാര്യങ്ങളാണ് സ്ട്രെസ് ചെയ്തത്. മെസപ്പൊട്ടേമിയയിലെ സിഗുറാത്തുകൾ, ഇൻഡസ് വാലി അല്ലെങ്കിൽ ഹരപ്പൻ സംസ്കാരത്തിന്റെ ഗ്രേറ്റ് ബാത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഈജിപ്ഷ്യൻ സംസ്കാരത്തിന്റെ പിരമിഡുകൾ, അതുപോലെ തന്നെ ചൈനീസ് സംസ്കാരത്തിന്റെ ഗ്രേറ്റ് വാൾ, ചൈനയിലെ വൻമതിൽ, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും പല വർഷങ്ങളിലും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ചോദ്യകർത്താവിന്റെ യുക്തിക്കനുസരിച്ച് എന്ന് പറയുമ്പോൾ ഫോക്കസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മേഖല നമ്മളെ സംസ്കാരമാണല്ലോ. ഇന്ത്യൻ സംസ്കാരത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട്
ഹരപ്പൻ സംസ്കാരത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് ചില ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതിൽ രണ്ട് രൂപത്തിലാണ്. ഹരപ്പൻ സംസ്കാരത്തിൽ ഒരുപാട് കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു. ഹരപ്പയിൽ ആദ്യം കണ്ടെത്തിയ സൈറ്റ് എന്ന് പറയുന്നത് ഹരപ്പയാണ്. ഇത് പല പ്രാവശ്യം ചോദ്യങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ള ഒന്നാണ്. സിന്ധു നദിയുടെ സംസ്കാരത്തിൽ ആദ്യം കണ്ടെത്തിയ സ്ഥലം അല്ലെങ്കിൽ ഹരപ്പൻ, അതുകൊണ്ടാണ് ഇതിനെ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല പ്രദേശങ്ങളും ഹരപ്പൻ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ആ പ്രദേശങ്ങളൊക്കെ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ചോദിക്കാറുണ്ട്. പ്രധാനമായിട്ടും ഉണ്ടാകാറുള്ളത് കാളിബംഗൻ, നിങ്ങൾ കേട്ടിട്ടുള്ള ബ്ലാക്ക് ബാംഗിൾസ്, കറുത്ത വളകൾ എന്നറിയപ്പെടുന്ന കാളിബംഗൻ. കാളിബംഗൻ രാജസ്ഥാനിൽ നിന്ന് കണ്ടെത്തിയ സൈറ്റാണ്. ലോത്തൽ ഒരു തുറമുഖ നഗരമായിരുന്നു ഹരപ്പൻ സംസ്കാരത്തിന്റെ. ആ ലോത്തൽ എന്ന് പറയുന്ന പ്രദേശം ഗുജറാത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബനാവലി എന്ന് പറയുന്ന പ്രദേശം ഹരിയാനയിലാണ്. രൂപ പഞ്ചാബിലാണ്. അതുപോലെ തന്നെ അപ്പൊ ഇങ്ങനെയുള്ള ഹരപ്പയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ, ഹരപ്പൻ സൈറ്റിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ എവിടെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നുകിൽ ലോത്തൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ കാളിബംഗൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്, ബനാവലിയും രൂപാറും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചോദ്യങ്ങൾ. അതുപോലെ ഗ്രേറ്റ് ബാത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ വലിയ കുളം, ഹരപ്പൻ സംസ്കാരത്തിൽ നിന്ന് കണ്ടുകിട്ടിയത് മോഹൻജദാരോയിൽ നിന്നാണ്. അപ്പോൾ മോഹൻജദാരോയുടെ പ്രാധാന്യം നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ്. പാർട്ട് 2വുമായി ബന്ധപ്പെട്ട്, കേട്ടറ്റ് 2വുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥിരമായി ചോദിക്കാറുള്ള ഒരു ഭാഗമാണ്, ഒരു ഏരിയയാണ് നമ്മുടെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുമായി ബന്ധപ്പെട്ട ഏരിയ, വ്യവസായ വിപ്ലവവുമായി ബന്ധപ്പെട്ട ഏരിയ. നമുക്കറിയാം, വ്യവസായ വിപ്ലവം ആരംഭിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ രണ്ട് സംസ്കാരങ്ങളുണ്ട്. ലോകത്തിലെ ക്ലാസിക്കൽ സിവിലൈസേഷൻ എന്നറിയപ്പെടുന്ന റോമൻ സംസ്കാരം, ഗ്രീക്ക് സംസ്കാരം. ഇതില് റോമൻ സംസ്കാരം കാലക്രമത്തിൽ വിഭജിക്കപ്പെട്ടു. അവര് പടിഞ്ഞാറൻ റോമൻ സാമ്രാജ്യം എന്നും കിഴക്കൻ റോമൻ സാമ്രാജ്യം എന്നായിട്ട് വിഭജിക്കപ്പെട്ടു. ആ കിഴക്കൻ റോമൻ സാമ്രാജ്യം അല്ലെങ്കിൽ പൗരസ്ത്യ റോമൻ സാമ്രാജ്യം തുർക്കികൾ ആക്രമിച്ചു കീഴടക്കിയ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. അത് 1453 ആ സംഭവം ലോകത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു സംഭവമാണ് 1453 തുർക്കികളുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമണം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ പൗരസ്ത്യ റോമൻ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനം കോൺസ്റ്റാന്റിനോപ്പിൾ തുർക്കികൾ ആക്രമിച്ചു കീഴടക്കിയപ്പോൾ അവിടെയുള്ള ബുദ്ധിജീവികളും കലാകാരന്മാരും ശാസ്ത്രജ്ഞന്മാരും എല്ലാം ഓടി രക്ഷപ്പെട്ടത് യൂറോപ്പിലേക്കാണ്. യൂറോപ്പ് ആ സമയത്ത് മധ്യകാലഘട്ടത്തിലാണ്. എല്ലാത്തിൻ്റെയും അടിസ്ഥാനം മതമാണ്. ശാസ്ത്രത്തിനോ യുക്തിക്കോ ഒരു സ്വാധീനവും ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ കോൺസ്റ്റാന്റിനോപ്പിളിൽ നിന്ന് പോയ ബുദ്ധിജീവികൾ, കലാകാരന്മാർ, സാഹിത്യകാരന്മാർ, ശാസ്ത്രജ്ഞന്മാർ അവരുടെ കയ്യിലുള്ള അറിവും വിജ്ഞാനവും യൂറോപ്പിലുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നു. അത് യൂറോപ്പിൽ നവോത്ഥാനത്തിന് കാരണമായി. നവോത്ഥാനത്തിന്റെ ഭാഗമായി കിട്ടിയ അറിവ് ഭൂമിശാസ്ത്ര രംഗത്ത് പ്രയോഗിച്ചപ്പോൾ ഒരുപാട് പുതിയ സ്ഥലങ്ങൾ യൂറോപ്പിൽ കണ്ടുപിടിക്കപ്പെട്ടു. അത് മതരംഗത്ത് പ്രയോഗിക്കപ്പെട്ടപ്പോൾ മതപരമായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് യൂറോപ്പിൽ പിന്നെ തുടക്കമായി. അത് വ്യാവസായിക രംഗത്ത് പ്രയോഗിക്കപ്പെട്ടപ്പോൾ അതുവരെ കൈകൾ കൊണ്ട് വീടുകളെ കേന്ദ്രീകരിച്ച് നടത്തിയിരുന്ന ഉൽപാദനം ഫാക്ടറികളെ കേന്ദ്രീകരിച്ചുള്ള വൻകിട ഉൽപാദനമായിട്ട് മാറി. അതാണ് വ്യവസായ വിപ്ലവം. ഈ വ്യവസായ അതിന്റെ ഭാഗമായി ഒരുപാട് ഉപകരണങ്ങൾ കണ്ടുപിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യ ഏരിയ പല വർഷങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കാറുള്ള ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങൾ എന്ന് പറയുന്നത് സ്പിന്നിങ്, ജെയിംസ് വാട്ടിന്റെ കണ്ടുപിടുത്തം. ജെയിംസ് വാട്ടാണ് ആവിയന്ത്രം കണ്ടുപിടിച്ചത്. ആ ചോദ്യങ്ങൾ പല പ്രാവശ്യം പല
ചോദ്യ പേപ്പറുകളിലും ആവർത്തിച്ചു വന്നിട്ടുണ്ട് ജെയിംസ് വാട്ടിന്റെ ആവി യന്ത്രത്തിന്റെ കണ്ടുപിടുത്തം. ഒരു ചോദ്യം ആവർത്തിച്ചു വരുന്നു എന്നുള്ളത് കൊണ്ട് അതെന്നെ ചോദിച്ചോളണമെന്നൊന്നുമില്ല. ആ കാലഘട്ടത്തിലെ കണ്ടുപിടുത്തങ്ങൾ ഓർത്തു പോവുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കൂട്ടത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് ജെയിംസ് ഹാർഗ്രീവ്സിന്റെ സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം. സ്പിന്നിങ് ജെന്നി, ജെയിംസ് ഹാർഗ്രീവ്സ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചു. അതുപോലെ തന്നെ സാമുവൽ ക്രോംപ്റ്റൺ സ്പിന്നിങ് മ്യൂൾ എന്ന് പറയുന്ന ഉപകരണം കണ്ടെത്തി. അതുപോലെ തന്നെ ജോൺ കെ എന്ന് പറയുന്ന ആൾ ഫ്ലൈയിങ് ഷട്ടിൽ എന്ന് പറയുന്ന ഉപകരണം, സമയക്കുറവ് മൂലം ഓരോ ഉപകരണം ഏതൊക്കെ രൂപത്തിലാണ് സ്വാധീനിച്ചതെന്നും പറയുന്നില്ല. ഏതായാലും ഈ കണ്ടുപിടുത്തങ്ങളിൽ നിന്ന് ഒരു ചോദ്യം മുൻകാലങ്ങളിലൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ വർഷവും വേണമെങ്കിൽ ഈ ഫ്ലൈയിങ് ഷട്ടിൽ കണ്ടുപിടിച്ചത് ആര് എന്നോ, ആവിയന്ത്രം കണ്ടുപിടിച്ചത് ആര് എന്നോ, സ്പിന്നിങ് ജെന്നിയും സ്പിന്നിങ് മ്യൂളും കണ്ടുപിടിച്ചത് ആരാണ് എന്നോ എന്നുള്ള രൂപത്തിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഫ്ലൈയിങ് ഷട്ടിൽ ജോൺ കെ ആണ് കണ്ടുപിടിച്ചത്. സ്റ്റീം എൻജിൻ ജെയിംസ് വാട്ടാണ് കണ്ടുപിടിച്ചത്. മറ്റൊന്ന്, വ്യവസായ വിപ്ലവത്തിന്റെ തുടർച്ചയായി യൂറോപ്പിലുണ്ടായ വലിയൊരു വ്യവസായ വിപ്ലവം എന്ന് പറഞ്ഞാൽ മുതലാളിത്തത്തിന് സഹായിച്ച ഒന്നാണ് വ്യവസായ വിപ്ലവം. ഫാക്ടറികളിലെ ഉടമകൾ മുതലാളിമാരായും ഫാക്ടറികളിൽ പണിയെടുക്കുന്ന ആളുകൾ തൊഴിലാളികളായും മാറി. മുതലാളിമാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം ലാഭമുണ്ടാക്കുക എന്നുള്ളതാണ്. അവരതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോൾ അവരെ ചൂഷണം ചെയ്യുന്നതിനെതിരായി, തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നതിനെതിരായി തൊഴിലാളി സംഘടനകൾ യൂറോപ്പിൽ രൂപം കൊണ്ടു. അത്തരത്തിലുള്ള തൊഴിലാളി സംഘടനകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങളും പരീക്ഷയ്ക്ക് ഉണ്ടാകാറുണ്ട്. അതിൽ പറയേണ്ട 3-4 പ്രസ്ഥാനങ്ങൾ ഉണ്ട്. അതിലൊന്ന് യന്ത്രങ്ങൾക്കെതിരെ. യന്ത്രങ്ങൾ വന്നപ്പോൾ തൊഴിലാളികൾക്ക് ജോലി നഷ്ടപ്പെട്ടു. കാരണം ജോലി നഷ്ടപ്പെടുന്നത് കാരണം യൂറോപ്പിലെ തൊഴിലാളികൾ യന്ത്രങ്ങൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം ആരംഭിച്ചു. തൊഴിലാളികളുടെ യന്ത്രങ്ങൾക്കെതിരായിട്ടുള്ള, ഞാൻ പറയുന്നത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ നിങ്ങൾ ഇടപെടണം കേട്ടോ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പൊ ചോദിക്കണം. യന്ത്രങ്ങൾക്കെതിരെ തൊഴിലാളികൾ സമരം ആരംഭിച്ചു. ആ സമരത്തെയാണ് ലൂഡൈറ്റ് പ്രസ്ഥാനം എന്ന് വിളിച്ചത്. യൂറോപ്പിൽ യന്ത്രങ്ങൾക്കെതിരെ തൊഴിലാളികൾ നടത്തിയ സമരം ലൂഡൈറ്റ് പ്രസ്ഥാനം എന്ന പേരിൽ അറിയപ്പെട്ടു. തൊഴിലാളികൾക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല പണ്ട്. ഒരു നിശ്ചിത ശതമാനം സ്വത്തുള്ള ആളുകൾക്ക് മാത്രമാണ് യൂറോപ്പിൽ വോട്ടവകാശം ഉണ്ടായിരുന്നത്. വോട്ടവകാശത്തിനു വേണ്ടി ധാരാളം പ്രക്ഷോഭങ്ങൾ, ധാരാളം പ്രതികരണങ്ങൾ തൊഴിലാളികളുടെ ഭാഗത്തുനിന്നുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. വോട്ടവകാശത്തിനു വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് ചാർട്ടിസ്റ്റ് പ്രസ്ഥാനം. മറ്റൊന്ന്, പാരീസിലെ തൊഴിലാളികൾ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി തെരുവിലിറങ്ങുകയാണ്. പാരീസ് കമ്മ്യൂൺ എന്ന് വിളിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സമരം പാരീസിലെ തൊഴിലാളികൾ ചോര ചിന്തി സമരം നടത്തുകയാണ്. ആ പാരീസ് കമ്മ്യൂണിന്റെ ഭാഗമായി പാരീസിലെ തൊഴിലാളികൾ ആവശ്യപ്പെട്ടത് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമാണ്. ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട സമരമാണ് ചിക്കാഗോ സമരം. അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്ന സമരം. ആ സമരം ലോകത്തിലെ തൊഴിലാളി വർഗത്തിന് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മിക്ക ആനുകൂല്യങ്ങളും തൊഴിലാളി പ്രസ്ഥാനത്തിന് നൽകിയ സമരമാണത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം നിങ്ങളുടെയൊക്കെ നാവിലുണ്ടാവും. നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു മുദ്രാവാക്യമാണ് 8 hour വർക്ക്, 8 hour ലെഷർ, 8 hour റിക്രിയേഷൻ. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന മുദ്രാവാക്യം ഉയർത്തിയ ഐതിഹാസികമായ പ്രക്ഷോഭമാണ് ചിക്കാഗോ സമരം. ചിക്കാഗോയിലെ തൊഴിലാളികൾ തൊഴിലാളികളുടെ ഒരു ഗവൺമെന്റ് രൂപീകരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരമല്ല. ചിക്കാഗോയിലെ തൊഴിലാളികൾ നടത്തിയ സമരം ഞങ്ങൾക്ക് 8 മണിക്കൂറേ പണിയെടുക്കാൻ കഴിയൂ, 8 മണിക്കൂർ ഞങ്ങൾക്ക് വിശ്രമം വേണം,
8 മണിക്കൂർ വിനോദം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരം. പിന്നീട് അടുത്ത ഏരിയയിലേക്ക് വരുമ്പോൾ കോളനിവൽക്കരണം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. കോളനിവൽക്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് അല്ലെ. ആദ്യം വന്ന പോർച്ചുഗീസുകാർ, അവർക്ക് പിറകെ ഫ്രഞ്ചുകാർ, ഇംഗ്ലീഷുകാർ, ഡച്ചുകാർ, അങ്ങനെ പല ആളുകൾ, നമ്മുടെ ഡെൻമാർക്കുകാരടക്കം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ആ കടന്നു വന്നവരിൽ ഏറ്റവും കൂടുതൽ കോളനികൾ സ്ഥാപിച്ച രാജ്യം എന്ന് പറയുന്നത് യൂറോപ്യൻ രാജ്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒന്ന് പറയാൻ പറ്റുമെങ്കിലും ഏറ്റവും കൂടുതൽ കോളനികൾ സ്ഥാപിച്ച രാജ്യം ഏതാ? ഡച്ചുകാരാണോ, ഫ്രഞ്ചുകാരാണോ, ഇംഗ്ലീഷുകാരാണോ? ആരാണ് ഏറ്റവും കൂടുതൽ കോളനികൾ സ്ഥാപിച്ചത്? ആരെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യും. ഏറ്റവും കൂടുതൽ കോളനികൾ സ്ഥാപിച്ച രാജ്യം, നമ്മളെ നൂറ്റാണ്ടുകളോളം സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഭാഗമാക്കിയ ആളുകളെ നിങ്ങൾക്കറിയാം. ആരാണ്? ഇംഗ്ലീഷുകാർ. ഇംഗ്ലീഷുകാരാണ് ഏറ്റവും കൂടുതൽ കാലം നമ്മൾ അടക്കി ഭരിച്ചിരുന്ന ആളുകൾ. ഇപ്പൊ ഇംഗ്ലീഷുകാർക്കല്ല, ഇന്ത്യയിൽ പല മേഖലകളിലായി കോളനികൾ സ്ഥാപിച്ച, ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിച്ച അവർക്കെതിരായി ഇന്ത്യയിൽ പല സമരങ്ങളും ഉണ്ടായിട്ടുണ്ട്, പല യുദ്ധങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് പ്ലാസി യുദ്ധം. ബംഗാളിലെ നവാബായ സിറാജുദ്ദൗളയുടെ നേതൃത്വത്തിൽ. അതിൻ്റെ ഈ യുദ്ധങ്ങളുടെ വർഷങ്ങളാണ് പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. പ്ലാസി യുദ്ധം, ബക്സാർ യുദ്ധം. ഒരു യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന് തുടക്കം കുറിച്ച യുദ്ധമാണെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ദൃഢമാക്കിയ യുദ്ധമായിട്ടാണ് ബക്സാർ യുദ്ധം അറിയപ്പെടുന്നത്. പ്ലാസി യുദ്ധം നടന്ന വർഷം 1757. 1757. ബക്സാർ യുദ്ധം നടന്ന വർഷം 1764. ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം എന്നറിയപ്പെടുന്നത് 1857 നടന്ന ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്നും നാം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നും വിളിക്കുന്ന സമരം. അപ്പൊ ഈ വർഷങ്ങൾക്ക് 1757 പ്ലാസി യുദ്ധം, 1764 ബക്സാർ യുദ്ധം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് എന്നുള്ളത് കൂടി ഓർക്കുക. ഇത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് പോകേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ, ഇന്ത്യയിൽ ഒരുപാട് ഗോത്രവർഗ കലാപങ്ങൾ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്നിട്ടുണ്ട്. ആ ഗോത്രവർഗ കലാപങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതില് ഗോത്രവർഗ കലാപങ്ങളിൽ പ്രധാനപ്പെട്ടത് സാന്താൾ കലാപം, കുറിച്യ കലാപം, മുണ്ട കലാപം, കോൾ കലാപം എന്നിവ പ്രധാനപ്പെട്ട ഗോത്രവർഗ കലാപം. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്: സാന്താൾ കലാപം, മുണ്ട കലാപം, കുറിച്യ കലാപം, കോൾ കലാപം എന്നിവ വളരെ ഈ കൂട്ടത്തിലെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, തങ്ങളെ അവരുടെ ഭൂമിയിൽ നിന്ന്, അവരുടെ പ്രദേശങ്ങളിൽ നിന്ന് കുടിയിറക്കാൻ ശ്രമിച്ച ബ്രിട്ടീഷുകാർക്കെതിരായിട്ടാണ് ഈ സാന്താളുകളാണെങ്കിലും കുറിച്യരാണെങ്കിലും മുണ്ടകളാണെങ്കിലും കോളുകളാണെങ്കിലും കലാപവുമായി രംഗത്ത് വരുന്നത്. ഇതിൽ പരീക്ഷയ്ക്ക് ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, കേരളത്തിൽ നടന്ന ഗോത്രവർഗ കലാപം ഏതാണ്? ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. സാന്താൾ, മുണ്ട, കുറിച്യ, കോൾ. ഉടനെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കേരളത്തിലെ കലാപം. ഉത്തരം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും അറിയാം. അതുപോലെ നമ്മളെ കേരളത്തിൽ നടന്ന മറ്റ് സമരങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത് ഏത് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെയുള്ള രൂപത്തിലുള്ള ചോദ്യം ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരം അറ്റൻഡ് ചെയ്യണമെങ്കിൽ ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങൾ എന്ന് നമ്മൾ
മനസ്സിൽ വേണം. ഇതിന്റെ വർഷവും കാര്യങ്ങളൊന്നും ഇപ്പൊ നമുക്ക് ഡിസ്കസ് ചെയ്യാനും അതിന്റെ സമയമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പൊ സാന്താൾ കലാപം, കുറിച്യ കലാപം, മുണ്ട കലാപം, കോൾ കലാപം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടന്ന സമരങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ ദേശീയ സമരം എന്ന് പറയുന്നത് 1857 സമരമാണ്. ഇന്ത്യയിലെ ഏതാണ്ട് എല്ലാ ഭാഗങ്ങളിലെയും ആളുകൾ പങ്കെടുത്ത സമരമായിട്ടാണ് അതിനെ പരിഗണിക്കുന്നത്. ബ്രിട്ടീഷുകാർ അതിനെ വെറും ശിപ്പായി ലഹളയായിട്ട് ഒതുക്കി തീർക്കാനാണ് ശ്രമിച്ചത്. ആ ശിപ്പായി ലഹള നടന്ന വർഷം 1857. അതുമായി ബന്ധപ്പെട്ട ഓരോ പ്രദേശത്തെയും നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ കലാപത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഡൽഹിയിലെ ബഹദൂർ ഷാ രണ്ടാമനാണ്. ബഹദൂർ ഷാ സെക്കൻഡ്. നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും രണ്ടാമനാണ്, ബഹദൂർ ഷാ ഒന്നാമനല്ല. ബഹദൂർ ഷാ രണ്ടാമനാണ് 1857 കലാപത്തിന്റെ നേതാവ്. നാനാ സാഹിബ് ആ കലാപത്തിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട നേതാവാണ്. കാൺപൂരിലെ കലാപ നേതാവാണ് നാനാ സാഹിബ്. ഝാൻസിയിലെ ആ പേരിൽ തന്നെ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു കാര്യമാണ് ഝാൻസി റാണി ലക്ഷ്മിബായി. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർക്കെതിരെ 1857 കലാപത്തിൽ ഗറില്ലാ സമരമാർഗം സ്വീകരിച്ച ആളാണ് താന്തിയ തോപ്പി. ഈ കലാപവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ കലാപം ആരംഭിക്കുന്നതിനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. ബ്രിട്ടീഷ് ഭരണത്തിന്റെ വൈദേശിക സ്വഭാവം ഒരു കാരണമാണ്. അവർ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സൈനിക സഹായ വ്യവസ്ഥയും അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക നയങ്ങളും ഒക്കെ പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. എന്നാൽ ഈ കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം, അങ്ങനെ പല പരീക്ഷയ്ക്കും ചോദിച്ചിട്ടുണ്ട്, എന്താണ് 1857 കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണം എന്നുള്ളത് ഓർത്തു വെക്കുക. ഒന്ന് എന്തായിരിക്കും പെട്ടെന്നുള്ള കാരണം? നിങ്ങൾക്ക് അറിയാം, എൻഫീൽഡ് റൈഫിൾ അല്ലെ, അതിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ഇഷ്യൂ ആണ്. എന്ന് പറഞ്ഞാൽ ഈ തിര തോക്കിൽ നിറക്കുന്നതിന് മുമ്പ് അതിന്റെ ഒരു കവറ് ഉള്ളടക്കം ചെയ്ത കവർ എന്ത് ചെയ്യണം? അത് പൊട്ടിച്ച് കളയണം. പെട്ടെന്നായിരിക്കും ഇത് ചെയ്യേണ്ടി വരിക. അപ്പൊ വായു കൊണ്ട് ഇത് പൊട്ടിച്ച് കളയണം. പല്ലൊക്കെ ഉപയോഗിച്ച് ഈ കവർ പൊട്ടിച്ച് കളഞ്ഞ് ഇന്ന് ഉണ്ടെടുത്ത് തോക്കിൽ നിറക്കണം. അപ്പൊ ഈ ഉണ്ടയുടെ കവർ ഉണ്ടാക്കിയത് പശുവിന്റെയും പന്നിയുടെയും കൊഴുപ്പ് കൊണ്ടാണ് എന്നുള്ളൊരു പ്രചരണം വലിയ രൂപത്തിൽ നടക്കുക. പന്നി എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ ആയ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഹറാമായിട്ടുള്ളൊരു കാര്യം. പശു എന്ന് പറയുന്നത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു പുണ്യമൃഗമാണ്. അപ്പൊ അത്തരം രണ്ട് മൃഗങ്ങളുടെ കൊഴുപ്പ് കൊണ്ടുണ്ടാക്കിയതാണ് ഈ കവർ എന്നുള്ള ഒരു പ്രചരണം വന്നപ്പോഴാണ് എൻഫീൽഡ് റൈഫിൾ ഇഷ്യൂ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, പുതിയ എൻഫീൽഡ് റൈഫിളിന്റെ ഉപയോഗം ഈ കലാപത്തിന് ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് മാറുകയാണ് ചെയ്തത്. മറ്റൊരു ചോദ്യ ഏരിയയായിട്ട് വരാറുള്ളത് നമ്മുടെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഏരിയ ഇന്ത്യയിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചാണ്. നമുക്ക് അത്തരത്തിലുള്ള ഒരുപാട് സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് അറിയാം. ആര്യ സമാജം നിങ്ങൾ കേട്ടതാണ് അല്ലെ? ആര്യ സമാജത്തിന്റെ സ്ഥാപകൻ ആരാണെന്നുള്ളത് ഓർമ്മയിൽ വേണം. സ്വാമി ദയാനന്ദ സരസ്വതി. പ്രാർത്ഥനാ സമാജം ആരാണ് സ്ഥാപിച്ചത് എന്നുള്ളത് മനസ്സിൽ വേണം. സത്യശോധക് സമാജ് എന്ന് പറയുന്ന പ്രസ്ഥാനം ജ്യോതിബ ഫൂലെയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. പ്രാർത്ഥനാ സമാജം ആത്മരാം പാണ്ഡുരംഗിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചത്. രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. അതുപോലെ തന്നെ നമ്മുടെ സ്വാമി വിവേകാനന്ദൻ രാമകൃഷ്ണ മിഷൻ ആരംഭിച്ചു. സ്വാമി വിവേകാനന്ദന്റെ നേതൃത്വത്തിൽ രാമകൃഷ്ണ മിഷൻ, രാജാറാം മോഹൻ റോയുടെ നേതൃത്വത്തിൽ ബ്രഹ്മസമാജം, സ്വാമി ദയാനന്ദ സരസ്വതിയുടെ നേതൃത്വത്തിൽ ആര്യസമാജം,
ജ്യോതിബ ഫൂലെയുടെ നേതൃത്വത്തിൽ സത്യശോധക സമാജം, അതുപോലെ തന്നെ ആത്മരാം പാണ്ഡുരംഗിന്റെ നേതൃത്വത്തിൽ പ്രാർത്ഥനാ സമാജം തുടങ്ങിയ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് മുദ്രാവാക്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? ഒരുപാട് മുദ്രാവാക്യങ്ങൾ. ഡൽഹി കേൾക്കും. ഡൽഹി ചലോ എന്ന് പറയുന്ന മുദ്രാവാക്യം സുഭാഷ് ചന്ദ്രബോസിന്റെ മുദ്രാവാക്യമാണ്. സുഭാഷ് ചന്ദ്രബോസ്, ഡൽഹി ചലോ. ഭഗത് സിംഗിന്റെ നേതൃത്വത്തിൽ മുഴക്കിയ മുദ്രാവാക്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഗാന്ധി മുഴക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യമുണ്ട്, ഡു ഓർ ഡൈ, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാലത്ത് ഗാന്ധി മുഴക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് ഡു ഓർ ഡൈ എന്ന് പറയുന്ന മുദ്രാവാക്യം. ബാലഗംഗാധര തിലകന്റെ മുദ്രാവാക്യമാണ് എന്ത്? സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, സ്വരാജ്യം എന്റെ ജന്മാവകാശം, ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന മുദ്രാവാക്യം നമുക്ക് നൽകിയത് സുഭാഷ് ചന്ദ്രബോസ്. ഇനി അതിന്റെ തുടർച്ചയായി ഇന്ത്യയിൽ നടന്ന ഒരുപാട് സമരങ്ങളും ഏറ്റവും പ്രധാനപ്പെട്ട ചില സമരങ്ങൾ നിങ്ങളുടെ മനസ്സിൽ നിർബന്ധമായിട്ടുണ്ടാകണം. അതില് ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സമരമാണ് നിസ്സഹകരണ പ്രസ്ഥാനം, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് എന്ന് നമ്മൾ വിളിക്കുന്ന നിസ്സഹകരണ പ്രസ്ഥാനം. അപ്പൊ അതിന്റെയൊക്കെ വർഷം വളരെ പ്രധാനപ്പെട്ടതാണ്. 1920 നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ആരംഭിക്കും. വളരെ എളുപ്പമാണ്, ഡേറ്റ് ഓർത്ത് വെക്കാൻ. നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് ഇന്ത്യയിൽ ആരംഭിച്ചത് 1920. സമാധാനപരം, ഗാന്ധിയെ പൊതുവെ നമ്മൾ വിളിക്കുക സൃഷ്ടിസ്ഥിതി സംഹാരകൻ എന്നാണ് ഗാന്ധിയെ വിളിക്കുക. ഒരു സമരം ഉണ്ടാക്കുന്നത് ഗാന്ധിയാണ്, അതിനെ ശക്തമാക്കുന്നത് ഗാന്ധിയാണ്. ആ ശക്തമാകുമ്പോൾ അത് ബ്രേക്ക് ഇടുന്നതും ആരാണ്? മൂപ്പർ തന്നെയാണ്. ഒരു സമരവും അതിന്റെ പൂർണ്ണതയിൽ എത്തിക്കാൻ ഗാന്ധി ശ്രമിക്കല്ല. മൂപ്പര് അപ്പോഴേക്കും അഹിംസയും മൂപ്പര പോളിസി അതിനെതിരാണ്. അക്രമം കാര്യങ്ങളിലേക്കൊക്കെ വഴുതി വീഴുമ്പോൾ അതാണ് അവസാനിപ്പിക്കും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നിസ്സഹകരണ പ്രസ്ഥാനം. 1920 നോട്ട് ചെയ്യുക വർഷം, 1920 ആരംഭിച്ച നിസ്സഹകരണ പ്രസ്ഥാനം. ഗാന്ധി ചൗരി ചൗര സംഭവം, അല്ലെ? ഒരു പോലീസ് സ്റ്റേഷൻ ജനക്കൂട്ടം ആക്രമിച്ച് ഏതാനും പോലീസുകാരെ സ്റ്റേഷൻ ചുട്ടുകരിച്ചപ്പോ ഗാന്ധി ആ പ്രസ്ഥാനം അവസാനിപ്പിച്ചു. 1920 നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചു. പിന്നീട് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത്തെ ജനകീയ സമരമാണ് നമ്മുടെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്. സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ്, സിവിൽ നിയമലംഘന പ്രസ്ഥാനം. അത് 1930. അതും ഗാന്ധി ഉപ്പ് സത്യാഗ്രഹം അതിന്റെ ഭാഗമായിട്ട് നടന്നു. പിന്നെ ബ്രിട്ടീഷുകാരുമായിട്ട് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ആ പ്രക്ഷോഭം അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഓരോ, അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം, ഗാന്ധി നടത്തിയ മൂന്നാമത്തെ ജനകീയ സമരമാണ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം. 1942 ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നേതാക്കന്മാരില്ലാതെ നടത്തിയ പ്രക്ഷോഭമാണ്. കാരണം ഇത് ആരംഭിച്ചപ്പോൾ തന്നെ ഗാന്ധി ഉൾപ്പെടെയുള്ള മുഴുവൻ കോൺഗ്രസിന്റെയും എല്ലാ പാർട്ടിയുടെയും നേതാക്കന്മാരെയും ബ്രിട്ടീഷുകാരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അപ്പൊ ഇതിന്റെ നേതൃത്വം ജനക്കൂട്ടം ഏറ്റെടുത്തു. അവര് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു, റെയിൽവേ പാതകൾ തകർത്തു, പാലങ്ങൾ തകർത്തു. അങ്ങനെ ആക്രമണ രൂപത്തിലുള്ള സമരമാണ് 1942 ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പൊ ഈ വർഷങ്ങളെ സംബന്ധിച്ചുള്ള പിന്നെ
ഈ സമരങ്ങളുടെ വർഷങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. നിസ്സഹകരണ പ്രസ്ഥാനം 1920, നിയമലംഘന പ്രസ്ഥാനം 1930, ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം 1942 വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് എന്നുള്ളത് ഓർക്കുക. പിന്നീട് അടുത്തൊരു ചോദ്യ ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. കേരളത്തിലെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് കേരളം ഒരു പ്രസിഡന്റിനെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലോ എന്ന് പറയാം. നമ്മളെ പാലക്കാട്ടുകാരനാണ് അദ്ദേഹം. പാലക്കാട്ടുകാരനായ ചേറ്റൂർ ശങ്കരൻ നായർ. സി ശങ്കരൻ നായർ എന്നറിയപ്പെടുന്ന ചേറ്റൂർ ശങ്കരൻ നായർ 1897 അമരാവതി സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹം കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ചേറ്റൂർ ശങ്കരൻ നായർ. 1897 അമരാവതിയിൽ വെച്ച് നടന്ന സമ്മേളനത്തിലാണ് ശങ്കരൻ നായർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നീട് കേരളത്തിലെ സ്വാതന്ത്ര്യ സമരത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ആളുകളാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായി മാറിയ ആദ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന AK ഗോപാലൻ, പട്ടിണി ജാഥ, ഗുരുവായൂർ സത്യാഗ്രഹം പോലുള്ള ഐതിഹാസികമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത പ്രധാനപ്പെട്ട നേതാവാണ് AK ഗോപാലൻ. KA കേരളീയൻ, കോഴഞ്ചേരി പ്രസംഗം പോലുള്ള ദളിത പിന്നോക്ക വിഭാഗങ്ങളെ നമ്മുടെ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധിപ്പിച്ച C കേശവനെ പോലുള്ള ആളുകളും ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട ആളുകളായിരുന്നു എന്നുള്ളത് ഓർത്തു പോകണം. നമ്മൾ കുറച്ചുകൂടി ഡെപ്തിലേക്ക് വരികയാണെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില ചോദ്യങ്ങൾ കൂടി പരിചയപ്പെട്ട് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം. അതിലൊന്ന് നിങ്ങൾക്കറിയാം, നമ്മുടെ ഈ തിണകളുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് തേർഡ് പേപ്പറിനാണ് കേട്ടറ്റ് തേർഡിന് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങളാണ് ഈ ഞാൻ പറയാൻ പോകുന്ന ഭാഗങ്ങൾ. അതിലൊന്ന് നമ്മുടെ തിണ എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾക്ക് പ്രധാനമായിട്ടും അറിയാം. തിണ കൺസെപ്റ്റ് എന്ന് പറയുന്നത് സൗത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഒരു ഭൂമിശാസ്ത്ര വിഭജനമാണ്. കുറിഞ്ചി 5 തിണകളാണ് ആ കാലത്ത് ഉണ്ടായിരുന്നത്. കുറിഞ്ചി, പാലൈ, മുല്ലൈ, മരുതം, നെയ്തൽ എന്നറിയപ്പെടുന്ന 5 തിണകൾ. ഇത് ഓരോ തിണയിലും ഏതൊക്കെയാണ് എന്നുള്ള രൂപത്തിൽ ചോദിക്കാറുണ്ട്. അതിൽ നൈതൽ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ പർവ്വത പ്രദേശമാണ്. പാലൈ എന്ന് പറഞ്ഞാൽ ഡ്രൈ ലാൻഡ് ആണ്, വരണ്ട പ്രദേശമാണ്. നൈതൽ എന്ന് പറഞ്ഞാൽ കോസ്റ്റൽ റീജിയൻ ആണ്. എന്ന് പറഞ്ഞാൽ തീരപ്രദേശത്തെയാണ് നൈതൽ എന്നറിയപ്പെടുന്നത്. നൈതൽ തീരപ്രദേശം. അതുപോലെ തന്നെ മുല്ലൈ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു കാർഷിക പ്രദേശമായിട്ട് അറിയപ്പെടുന്ന പ്രദേശമാണ്. അപ്പം നൈതലിന്റെ പ്രത്യേകത എന്താണ്, കുറിഞ്ചിയുടെ പ്രത്യേകത എന്താണ്, മരുതത്തിന്റെയും പാലയുടെയും ഒക്കെ പ്രത്യേകതകൾ എന്താണ് എന്ന് ഓർത്തു വെക്കുന്നത് പരീക്ഷയ്ക്ക് സഹായകമായിരിക്കും. മറ്റൊന്ന്, സൗത്ത് ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മെഗാലിത്തിക് കൾച്ചർ എന്ന് പറയുന്ന ഭാഗം. മെഗാലിത്തിക് കൾച്ചർ, മഹാശില സ്മാരകങ്ങളുടെ കാലം. ഈ മഹാശില സ്മാരകങ്ങൾ എന്ന് പറയുന്നത് ആളുകളുടെ താമസ സ്ഥലമായിരുന്നില്ല, ആളുകളുടെ യുദ്ധസ്ഥലവും ആയിരുന്നില്ല, ക്ഷേത്രങ്ങളും മറ്റ് ആരാധനാലയങ്ങളും നിലനിൽക്കുന്ന സ്ഥലവും ആയിരുന്നില്ല നമ്മുടെ മെഗാലിത്തിക് സൈറ്റുകൾ എന്ന് പറയുന്നത്. മഹാശില സംസ്കാരത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അതൊക്കെ ബെറിയൽ സൈറ്റ് ആയി, ശവ സംസ്കരിക്കുന്ന കേന്ദ്രങ്ങളായിട്ടാണ്
മെഗാലിത്തിക് സൈറ്റുകൾ അറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയിൽ നടന്ന ആദ്യകാല യുദ്ധങ്ങളെ കുറിച്ചൊക്കെ തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കാം. നമ്മുടെ മൈസൂർ യുദ്ധങ്ങൾ നമ്മുടെ മനസ്സിൽ വേണം. മൈസൂരിലെ ഭരണാധികാരികളും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന മൈസൂർ യുദ്ധം. ആ മൈസൂർ യുദ്ധം 4 മൈസൂർ യുദ്ധങ്ങളുണ്ട്, 1, 2, 3, 4. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൈസൂർ യുദ്ധം എന്ന് പറയുന്നത് 3-ാം മൈസൂർ യുദ്ധമാണ്. ടിപ്പു സുൽത്താനും ഈ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും, അല്ലെ, ബ്രിട്ടീഷുകാർ എന്ന് പറയുമ്പോൾ അന്ന് കമ്പനിയാണ്, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന 3-ാമത്തെ മൈസൂർ യുദ്ധം. അങ്ങനെ 1, 2, 3, 4 മൈസൂർ യുദ്ധങ്ങളെ സംബന്ധിച്ച് ഓർക്കണം. ഒന്നാമത്തെ ഹൈദർ അലിയും ഇംഗ്ലീഷ് ഈസ്റ്റ്, അത് ടിപ്പുവിന്റെ പിതാവും തമ്മിൽ നടന്ന യുദ്ധമാണ്. അപ്പൊ ആ രൂപത്തിൽ മൈസൂർ യുദ്ധങ്ങളെ സംബന്ധിച്ചുള്ള ഒരു സാമാന്യ ധാരണ പരീക്ഷയിൽ നിങ്ങളെ സഹായിക്കും. അതുപോലെ ഡച്ചുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന തന്നെ പറയണം, പക്ഷെ കേരളത്തിലായിരുന്നു അതിന്റെ കേന്ദ്രം. നമ്മളെ കുളച്ചലായിരുന്നു അതിന്റെ കേന്ദ്രം. തിരുവിതാംകൂറിന്റെ ഭാഗമായി മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടത്തിയ പോരാട്ടം, കുളച്ചൽ യുദ്ധം. വർഷം നിങ്ങൾക്കറിയാം. കുരുമുളക് വ്യാപാരവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചത്. ഒരു വിദേശ ശക്തി കേരളത്തിന്റെ മണ്ണിൽ വെച്ച് ആദ്യമായിട്ട് പരാജയപ്പെടുകയാണ്. ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയാണ് 1741 കുളച്ചൽ യുദ്ധത്തിൽ. ഇപ്പൊ കുളച്ചൽ യുദ്ധം, അതിന്റെ പ്രാധാന്യം, ആരൊക്കെ തമ്മിലായിരുന്നു ആ യുദ്ധം തുടങ്ങിയ കാര്യങ്ങൾ ഓർത്ത് പോകണം. അതുപോലെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളെ കുറിച്ച് ചോദിക്കാറുണ്ട്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളിൽ ശ്രീനാരായണ ഗുരു ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ്. SNDP എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് രൂപം കൊടുത്ത ശ്രീനാരായണ ഗുരു, അദ്ദേഹത്തിന്റെ ശിവപ്രതിഷ്ഠ, അരുവിപ്പുറം പ്രതിഷ്ഠ, അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പൻ, സഹോദരൻ അയ്യപ്പൻ, അയ്യങ്കാളി പോലുള്ള കാര്യങ്ങൾ ഓർത്തു പോകണം. അയ്യങ്കാളി ആരംഭിച്ച പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം എന്നറിയപ്പെടുന്നു. നമ്മളെ സംബന്ധിച്ച്, കേരളത്തിന്റെ അധ്യാപകരെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു പേരാണ് അയ്യങ്കാളിയാണ്, അല്ലെ, നമ്മുടെ പഞ്ചമി സ്കൂളും അതിനെ തുടർന്ന് കേരളത്തിലെ മുഴുവൻ ആളുകൾക്കും പഠിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വന്നതിന്റെ സാഹചര്യങ്ങളും ഒക്കെ സഖാക്കൾക്ക് അറിയാം. പഞ്ചമി സ്കൂൾ ഇന്നും തിരുവനന്തപുരം ജില്ലയിൽ നിലനിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിദ്യാലയമാണ്. അപ്പൊ അതിനൊക്കെ കാരണമായ അയ്യങ്കാളിയുടെ പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കരണത്തിന് കാരണമായ പ്രസ്ഥാനമാണ് സാധുജന പരിപാലന സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം. അങ്ങനെയുള്ള അപ്പൊ സഹോദരൻ അയ്യപ്പൻ മറ്റൊരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. പണ്ഡിറ്റ് കറുപ്പൻ, വൈകുണ്ഠ സ്വാമികൾ. ഈ സാമൂഹ്യ പരിഷ്കരണങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം, 9:30 ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ സമയമില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത്. അതുപോലെ കേരളത്തിൽ നടന്ന മറ്റു പ്രധാനപ്പെട്ട ചില മുന്നേറ്റങ്ങളുണ്ട്. അതിലൊന്ന് വൈക്കം സത്യാഗ്രഹമാണ്. എല്ലാവർക്കും അറിയാം വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന്റെ നിരത്തുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ്. നമ്മൾ കേരളത്തില് സ്വർഗത്തിൽ ജീവിക്കുന്ന പോലെയാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടികൾക്കോ നമ്മളെ അധ്യാപകരിൽ തന്നെ പലർക്കോ ഈ കാര്യങ്ങളൊന്നും അറിയില്ല. വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം, ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ലാത്തൊരു കാലഘട്ടം, ഇഷ്ടപ്പെട്ട വസ്ത്രവും ആഭരണങ്ങളും ധരിക്കാൻ കഴിയാതിരുന്നൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നിന്ന് നാം ഇഷ്ടപ്പെടുന്നതെല്ലാം ജാതി മത പരിഗണനകൾക്ക് അതീതമായി ലഭ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കേരളത്തെ കൊണ്ടുവന്നതിൽ ഈ സാമൂഹ്യ പരിഷ്കർത്താക്കൾക്ക് വലിയ പങ്കാണുള്ളത്. കേരളത്തെ ഇന്നു കാണുന്ന കേരളമാക്കി മാറ്റി തീർത്തതിൽ അതിന്റെ അടിത്തറ പാകിയവരിൽ, അത് പിന്നീട് നടപ്പാക്കിയത് കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാരുകളിൽ കൂടിയാണ്. പക്ഷെ അതിന് അടിത്തറ പാകിയത് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളാണ്. വൈക്കം സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ,
ഒക്കെ ഈഴവ മെമ്മോറിയൽ ഒക്കെ ഈ ഇതുമായി ബന്ധപ്പെട്ട് ഓർത്തു വെക്കേണ്ടതാണ്. അതിൽ ഈ വൈക്കം സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജോലികളൊക്കെ തമിഴന്മാരാണ് അടിച്ചു കൊണ്ടുപോയിരുന്നത്. മലയാളിക്ക് ജോലി വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭമാണ് മലയാളി മെമ്മോറിയൽ. തമിഴ്നാട്ടുകാർക്ക് അന്ന് കാലത്ത് കുറച്ചൊക്കെ വിദ്യാഭ്യാസമുള്ള വിഭാഗമാണ് തമിഴന്മാരെന്ന് പറയുന്നത്, തമിഴ് ബ്രാഹ്മിൺസ് എന്ന് പറയുന്നത്. കേരളത്തിലെ മിക്കവാറും എല്ലാ ജോലികൾ, പ്രധാനപ്പെട്ട തസ്തികകൾ മുഴുവൻ അവരുടെ കയ്യിലാണ്. ഇപ്പൊ മലയാളിക്ക് തൊഴിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മലയാളി മെമ്മോറിയൽ എന്നൊരു നിവേദനം തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊടുക്കുക. അതിന്റെ പ്രധാനപ്പെട്ട നേതാവ് ബാരിസ്റ്റർ GP പിള്ളയാണ്. കേരളത്തിലെ ആദ്യകാല പ്രക്ഷോഭത്തിന്റെ നേതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ബാരിസ്റ്റർ GP പിള്ള. ആ പേര് ഒരിക്കലും മറക്കാൻ പാടില്ലാത്തൊരു പേരാണ്. മലയാളി മെമ്മോറിയലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാരിസ്റ്റർ GP പിള്ള. അതുപോലെ ദളിത് വിവേചനത്തിനെതിരായി എന്ന് പറഞ്ഞാൽ പിന്നോക്കക്കാർക്ക് ഗവൺമെന്റ് ജോലികളിൽ സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന പ്രക്ഷോഭം. ആ പ്രക്ഷോഭത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് C കേശവൻ. നമ്മൾ സംവരണത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അനുഭവിച്ച് ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ് മലയാളികൾ. മലയാളികളെല്ലാം ഇന്ത്യയിലുമുണ്ട്. പക്ഷെ ഇന്ത്യയിൽ ഇപ്പോഴും അത് പല സംസ്ഥാനങ്ങളിലും പല രൂപത്തിലാണ്. പക്ഷേ കേരളത്തിലെ എല്ലാ ആനുകൂല്യങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളാണ്. അതിനുവേണ്ടി ആദ്യമായി വഴിവെട്ടിയ ആളാണ് C കേശവൻ എന്ന് പറയുന്ന സാമൂഹ്യ പരിഷ്കർത്താവ്. അദ്ദേഹത്തിന്റെ കോഴഞ്ചേരി പ്രസംഗം ആ കാര്യത്തിൽ പ്രത്യേകം ന്യൂനപക്ഷ വിഭാഗം ക്രിസ്ത്യാനികൾക്ക് ഈ പറയുന്ന രൂപത്തിൽ നിയമസഭയ്ക്കകത്തും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിലും റിസർവേഷൻ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് NV ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന സമരം ഈ തരുണത്തിൽ വളരെ നമ്മുടെ പരീക്ഷാ പോയിന്റ് ഓഫ് വ്യൂയോടുകൂടി ആലോചിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമരങ്ങളിൽ നമ്മളെ സഹായിക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് പോലും ആള് വന്നു. വൈക്കം സത്യാഗ്രഹത്തിൽ തമിഴ്നാട്ടിൽ നിന്ന് പങ്കെടുത്ത് നമ്മളെ സഹായിച്ച ആളാണ് EV രാമസ്വാമി നായ്ക്കർ. തമിഴന്മാരും കേരളത്തിലെ ആളുകളും തമ്മിൽ വലിയ ബന്ധമാണ്. കാരണം എന്താ വെച്ചാല് എല്ലാ പ്രക്ഷോഭങ്ങളിലും എല്ലാ സാമൂഹ്യ മുന്നേറ്റങ്ങളിലും തമിഴന്മാരും കേരളീയരും തമ്മിലൊരു പ്രത്യേക ബന്ധമുണ്ട്. നല്ല കാര്യങ്ങൾ അംഗീകരിക്കാൻ എല്ലായ്പ്പോഴും നല്ല മനസ്സ് കാണിച്ച ആളുകളാണ് തമിഴ്നാട്ടുകാർ. അപ്പോൾ ഐക്യ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത നമ്മുടെ അയൽ സംസ്ഥാനക്കാരനായ അതിന്റെ ഭാഗമായ ആളാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹം. മറ്റൊന്ന്, കേരളം ഇന്ന് കാണുന്ന രൂപത്തിലായിരുന്നില്ല പണ്ട്. കേരളം ഭൂമിശാസ്ത്രപരമായി തന്നെ പല വിഭാഗങ്ങളായി തിരിഞ്ഞു കിടക്കുകയാണ്. മലബാർ ഒരു ഭാഗം, കൊച്ചി വേറൊരു ഭാഗം, അതുപോലെ തന്നെ തിരുവിതാംകൂർ വേറൊരു ഭാഗം. ഈ 3 വിഭാഗങ്ങളായി വിഭജിക്കപ്പെട്ട് കിടക്കുക. അതിനു മുമ്പാണെങ്കിലോ ചേര രാജവംശത്തിന്റെ ഭാഗമാണ് കേരളം പല പുരാതന കാലത്ത്. അപ്പോൾ മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്നു. കൊച്ചി രാജഭരണാണ്, തിരുവിതാംകൂറില് രാജഭരണാണ്. അങ്ങനെ പരസ്പരം ഒറ്റപ്പെട്ട് കടന്നിരുന്ന തുരുത്തുകളെ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി മലബാർ, കൊച്ചി, തിരുവിതാംകൂർ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഐക്യ കേരള പ്രസ്ഥാനം എന്നറിയപ്പെടുന്ന ഐക്യ കേരള മൂവ്മെന്റ്. ഈ ഐക്യ കേരള മൂവ്മെന്റിന് നേതൃത്വം കൊടുത്ത ആളാണ് നമ്മുടെ അതിന്റെ അടിത്തറ പാകിയ, ഐക്യ കേരളത്തിന്റെ അടിത്തറ പാകിയ ആളാണ് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായ സഖാവ് EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു പുസ്തകം കേരളം മലയാളികളുടെ മാതൃഭൂമി എന്ന് പറയുന്ന പുസ്തകം വളരെ ഇതിന് ആശയപരമായ അടിത്തറ പാകിയ പുസ്തകമാണ്. ഇന്ന് ആ പുസ്തകം ഉണ്ട്, ആ പേരൊക്കെ മാറിയിട്ടുണ്ട്. കേരള ചരിത്രം മാർക്സിസ്റ്റ് വീക്ഷണത്തിൽ എന്ന പേരിൽ ആ പുസ്തകം നമുക്ക് ലഭ്യമാണ്. പറ്റുമെങ്കിൽ നമ്മളൊക്കെ പരീക്ഷയുടെ ഭാഗമല്ലാതെ വായിക്കേണ്ട ഒന്നാണ് അത്. അപ്പം മലബാർ, കൊച്ചി, തിരുവിതാംകൂർ പ്രദേശങ്ങളെ സംയോജിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഓർക്കണം. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരു, SNDP, ചട്ടമ്പി സ്വാമികളുടെ പ്രസ്ഥാനം, അയ്യങ്കാളിയുടെ പ്രസ്ഥാനം, വൈകുണ്ഠസ്വാമിയുടെ സമത്വ സമാജം പോലുള്ള
പ്രസ്ഥാനങ്ങൾ, വൈകുണ്ഠസ്വാമിയുടെ സമത്വ സമാജം പോലുള്ള പ്രസ്ഥാനങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളാണ് എന്ന് ഓർത്ത് പോകണം. അതുപോലെ നമ്മുടെ പുരാതന സംസ്കാരം, ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഹരപ്പ ആദ്യം കണ്ടെത്തിയ സ്ഥലമാണ്. മോഹൻജദാരോ എന്ന് പറഞ്ഞാൽ ഡ്രെയിനേജ്, അതുപോലെ തന്നെ മഹാസ്നാനഘട്ടം, വലിയ കുളം കണ്ടെത്തിയ സ്ഥലമാണ്. അങ്ങനെ ഈ ഹരപ്പൻ സംസ്കാരത്തിന്റെ പ്രത്യേകതകളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യ ഏരിയ നമ്മുടെ ബുദ്ധമതവും ജൈനമതവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. വർദ്ധമാന മഹാവീരനാണ് ജൈനമതത്തിന്റെ സ്ഥാപകൻ. ശ്രീബുദ്ധൻ അല്ലെ ആണ് ബുദ്ധമതം സ്ഥാപിച്ചത്. അപ്പൊ ഇവരൊക്കെ ജനിച്ച സ്ഥലങ്ങൾ, വർദ്ധമാന മഹാവീരൻ എവിടെ ജനിച്ചത്? കുണ്ടല ഗ്രാമത്തിലാണ് ജനിച്ചത്. അതുപോലെ തന്നെ പിന്നെ ശ്രീബുദ്ധൻ ജനിച്ച സ്ഥലം, മരണപ്പെട്ട സ്ഥലം, ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. അതുപോലെ സുൽത്താനേറ്റ് കാലഘട്ടം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വരുന്നതിന് മുമ്പുണ്ടായിരുന്ന, മുഗളന്മാർക്ക് മുമ്പുണ്ടായിരുന്ന സുൽത്താനേറ്റ് കാലഘട്ടവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാം. അതിൽ പ്രധാനപ്പെട്ട ചില ഭരണാധികാരികൾ, ബുദ്ധിമാനായ വ്യക്തി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക്, തലസ്ഥാന നഗരം ഡൽഹിയിൽ നിന്ന് ദൗലത്താബാദ്, കിലോമീറ്റർ അകലെയുള്ള ദൗലത്താബാദിലേക്ക് മാറ്റി ആളുകളെ ദ്രോഹിച്ച ഭരണാധികാരിയാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലത്താണ് ഈ സാമ്രാജ്യം ഏറ്റവും വിപുലായത്. സുൽത്താനേറ്റ് കാലഘട്ടം ഏറ്റവും വിസ്തൃതമായ കാലഘട്ടം മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടമാണ്. ബാൽബനെ പോലുള്ള ഭരണാധികാരികൾ, ഇബ്രാഹിം ലോധിയെ പോലുള്ള ഭരണാധികാരികൾ ഇന്ത്യ ഭരിച്ച കാലഘട്ടമാണ് സുൽത്താനേറ്റ് കാലഘട്ടം. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ഓർക്കേണ്ട ഒരു ഭാഗം, കമ്പോള പരിഷ്കാരം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. മാർക്കറ്റ് റെഗുലേഷൻ കൊണ്ടുവന്ന ഭരണാധികാരിയാണ് അലാവുദ്ദീൻ ഖിൽജി. അതുപോലെ തലസ്ഥാന നഗരം ഡൽഹിയിൽ നിന്ന് മാറ്റിയ ഭരണാധികാരിയുടെ പേരാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്. ഏറ്റവും കൂടുതൽ സുൽത്താനേറ്റ് കാലഘട്ടത്തിൽ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ വിസ്തൃതമായ കാലഘട്ടമാണ് മുഹമ്മദ് ബിൻ തുഗ്ലക്കിന്റെ കാലഘട്ടം. ഈ കാര്യങ്ങളൊക്കെ ഓർത്തു വെക്കുന്നത് നന്നാവും. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ, ഓരോ ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള ഓരോ ഗവർണർ ജനറൽമാർ, വൈസ്രോയിമാർ, അവർ നടപ്പിലാക്കിയ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. സൈനിക സഹായ വ്യവസ്ഥ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ആ സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത് ലോർഡ് കോൺവാലീസ് ആണ്. കോൺവാലീസ് പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ കൊണ്ടുവന്നത്. അതുപോലെ ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന മറ്റൊരു പ്രധാനപ്പെട്ട പരിഷ്കാരമാണ് ദത്താവകാശ നിരോധന നയം. ഡോക്ട്രിൻ ഓഫ് ലാപ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. ഡോക്ട്രിൻ ഓഫ് ലാപ്സ്, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ. അതുപോലെ തന്നെ സ്ഥിരമായ ഭൂനികുതി സമ്പ്രദായം, കോൺവാലീസ് പ്രഭു. അപ്പൊ ബ്രിട്ടീഷുകാരായ വൈസ്രോയിമാരുടെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. അത് കഴിഞ്ഞ് കോൺഗ്രസിന്റെ, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് വരുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞ 3 സമരങ്ങൾ, ജനകീയ സമരങ്ങൾ, ഗാന്ധിയുടേത് വളരെ പ്രധാനപ്പെട്ട, അതിന്റെ വർഷമൊക്കെ ഞാൻ പറഞ്ഞു. ആ കൂട്ടത്തിൽ ആദ്യമായി പൂർണ്ണ സ്വരാജ്യം, കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം ജനകീയ പിന്തുണയോടുകൂടിയല്ല ആദ്യം ആരംഭിച്ചത്. ബ്രിട്ടീഷുകാരനായ വൈസ്രോയി ആണ് അതിന്റെ സ്ഥാപകനായിട്ട്. ഡഫ്രിൻ പ്രഭുവാണ് ഇത് ആരംഭിക്കുന്നത്, ഈ പ്രസ്ഥാനം ആരംഭിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ ശക്തമായി കൊണ്ടിരിക്കുന്ന ബഹുജന വികാരം ഇല്ലാതാക്കുക, ഒരു സേഫ്റ്റി വാൽവ് എന്നുള്ള നിലക്കാണ് കോൺഗ്രസ് ബ്രിട്ടീഷുകാരുടെ തന്നെ അനുഗ്രഹാശിസുകളോടുകൂടി ഇന്ത്യയിൽ ആരംഭിക്കുന്നത്.
അപ്പൊ സ്വാഭാവികമായിട്ടും ആ കോൺഗ്രസ് പിന്നീട് ജനകീയമായിട്ട് വരുന്നത് ഗാന്ധി അതിന്റെ ലീഡർ ആയതോടു കൂടിയാണ്. ഗാന്ധി ആ സമരം ഏറ്റെടുത്തതോടു കൂടിയാണ്. പിന്നീട് കുറച്ചുകൂടി ബുദ്ധിപരമായി കോൺഗ്രസ് മാറാൻ തുടങ്ങിയത് ജവഹർലാൽ നെഹ്റു കോൺഗ്രസിന്റെ നേതാവായി വരുന്നതോടുകൂടിയാണ്. നിങ്ങൾക്കറിയാം, നെഹ്റുവിയൻ സോഷ്യലിസം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നെഹ്റുവിന്റെ കാലത്ത് ഉണ്ടായ കോൺഗ്രസിന്റെ ലാഹോർ സമ്മേളനം, ആ ലാഹോർ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭേദഗതിയാണ്, പ്രമേയമാണ് പൂർണ്ണ സ്വരാജ്യം എന്ന പ്രമേയം അവതരിപ്പിക്കപ്പെട്ടത്. ഇപ്പൊ പരീക്ഷയ്ക്ക് ഈ കോൺഗ്രസിന്റെ ഈ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചു വന്നിട്ടുള്ള ഒന്ന്, പൂർണ്ണ സ്വരാജ്യം കോൺഗ്രസ് അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ് എന്നുള്ളതാണ്. ലാഹോർ സമ്മേളനത്തിലാണ് പൂർണ്ണ സ്വരാജ്യം കോൺഗ്രസ് അംഗീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന്, നേരത്തെ പറഞ്ഞ ഒരുപാട് മുദ്രാവാക്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു, ഗീവ് മീ ബ്ലഡ് ഐ വിൽ ഗീവ് യു ഫ്രീഡം. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ആണത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ. ഇന്ത്യയിലെ യുവാക്കളോട് പറയാണ് സുഭാഷ് ചന്ദ്രബോസ്, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. സ്വാതന്ത്ര്യ സമരത്തിലേക്ക് ആളുകളെ പങ്കെടുപ്പിക്കാൻ. സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ്. ബാലഗംഗാധര തിലകം പറയുകയാണ്. ഡു ഓർ ഡൈ, ഗാന്ധി പറയുന്നു. ലോങ് ഇയേഴ്സ് അഗോ വി മെയ്ഡ് എ ട്രസ്റ്റ് വിത്ത് ഡെസ്റ്റിനി. നൗ ദ ടൈം കംസ് വെൻ വി ഷാൽ റിഡീം അവർ പ്ലഡ്ജ്. ജവഹർലാൽ നെഹ്റുവിന്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള കമന്റ് ആണ്. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ്, സ്ലോഗൻസ് പല ചോദ്യ പേപ്പറുകളിലും ആവർത്തിച്ചു കണ്ടിട്ടുള്ള ഒന്നാണ്. മറ്റൊന്ന്, ഇന്ത്യയിലെ ആഭ്യന്തരമായ അടിയന്തരാവസ്ഥയെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. ആഭ്യന്തരമായ അടിയന്തരാവസ്ഥ എന്തറിയാം? ആഭ്യന്തരമായ അടിയന്തരാവസ്ഥ ഇന്ത്യയിൽ പ്രഖ്യാപിക്കപ്പെടുന്നത് 1975-ലാണ്. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സമയത്താണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ ഉണ്ടാകുന്നത്. ഇന്ദിരാഗാന്ധിക്കെതിരെ അലഹാബാദ് ഹൈക്കോടതി നടത്തിയ വിധിന്യായത്തിനെതിരായിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. അന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു. ആർട്ടിക്കിൾ 352 പ്രകാരമാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ അടിയന്തരാവസ്ഥയുടെ വർഷം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്, അന്ന് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ആയിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. അതുപോലെ കേരളത്തിൽ നടന്ന സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ പറയാറുള്ള ഒന്ന് നമ്മുടെ പയ്യന്നൂർ സത്യാഗ്രഹമാണ്. സത്യാഗ്രഹം കേരളത്തിൽ നടന്നത് പയ്യന്നൂർ. സത്യാഗ്രഹത്തിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട കേന്ദ്രം പയ്യന്നൂരാണ്. ആ പയ്യന്നൂർ സമരത്തിന് നേതൃത്വം കൊടുത്തത് കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ്. കേരള ഗാന്ധി കെ കേളപ്പൻ. മലബാർ കലാപം എന്ന പേരിൽ കെ മാധവൻ നായരും അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. അദ്ദേഹമാണ് അന്നത്തെ KPCCയുടെ സെക്രട്ടറി, ആദ്യ സെക്രട്ടറിയാണ്. നമ്മുടെ ഇന്നത്തെ മാതൃഭൂമി പത്രത്തിന്റെ ആദ്യത്തെ MD ആണ് കെ മാധവൻ നായർ. ഇപ്പൊ പയ്യന്നൂർ സത്യാഗ്രഹം, അതിന്റെ നേതൃത്വം കെ കേളപ്പൻ. വളരെ പരീക്ഷാ പോയിന്റോടുകൂടി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നീട് ലോക ചരിത്രത്തിലെ ചില ഭാഗങ്ങളും കേട്ടറ്റ് 3 ഭാഗമായിട്ട് ചോദിക്കാറുണ്ട്. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ചില ലിപികൾ നമ്മൾ പറഞ്ഞു. ആ ക്യൂണിഫോം എന്ന് പറയുന്നത് മെസ്സപ്പൊട്ടേമിയക്കാരുടെ ലിപിയാണ്. അത് വായിച്ചെടുത്ത ആളുകളുടെ പേര് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മെസ്സപ്പൊട്ടേമിയൻ ലിപി വായിച്ചെടുത്തത് ഹെൻറി റൗളിങ്സ്റ്റൺ ആണ്. ഹൈറോഗ്ലിഫിക്സ് ലിപി ഈജിപ്തുകാരുടെ ലിപിയാണ്. അത് വായിച്ചെടുത്തത് ഫ്രാങ്കോയിസ് ഷാംബോളിൻ എന്ന് പറയുന്ന ആളാണ്. ഫ്രാങ്കോയിസ് ഷാംബോളിൻ എന്ന് പറയുന്ന ഫ്രഞ്ചുകാരനാണ്
ഹൈറോഗ്ലിഫിക്സ് ലിപി വായിച്ചെടുത്തത്. ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില പ്രാചീന ലിപികളാണ് ബ്രാഹ്മി സ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ലിപി ജെയിംസ് പ്രിൻസപ്പാണ് വായിച്ചെടുക്കുന്നത്. അതുപോലെ ഇന്ത്യയിലെ നമ്മുടെ ഹരപ്പൻ സ്ക്രിപ്റ്റ് വായിച്ചെടുക്കാൻ ഒരുപാട് ആളുകൾ പ്രയത്നിച്ചു. ആ കൂട്ടത്തിൽ ഒരു പ്രധാനിയാണ് ഐരാവതം മഹാദേവനെ പോലുള്ള, ഫാദർ ജസ്റ്റപ്പോയെ പോലുള്ള ആളുകൾ അതിൽ വലിയ പങ്ക് വഹിച്ച ആളുകളാണ്. നവോത്ഥാനം പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ്. നവോത്ഥാനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ നവോത്ഥാന കലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. മൈക്കൽ ആഞ്ചലോ, അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ജഡ്ജ്മെന്റിനെ പോലുള്ള ചിത്രങ്ങൾ, മോണാലിസ എന്ന് പറയുന്ന ചിത്രം വരച്ച ലിയനാർഡോ ദാവിഞ്ചിയെ കുറിച്ചുള്ള കാര്യങ്ങൾ. അപ്പൊ അക്കാലത്തെ ചിത്രകലയെ കുറിച്ച്, അക്കാലത്തെ സാഹിത്യത്തെ കുറിച്ചുള്ള പ്രാഥമിക ധാരണ മനസ്സിൽ വേണം. മോണോലിസ, ലിയനാർഡോ ദാവിഞ്ചി. അതുപോലെ ഈ സമയത്ത് നടന്ന ഒരുപാട് വിപ്ലവങ്ങളുണ്ട്. ആ വിപ്ലവങ്ങളിൽ ചൈനീസ് വിപ്ലവം വരും, അതുപോലെ തന്നെ ഫ്രഞ്ച് വിപ്ലവം വരും, റഷ്യൻ വിപ്ലവം വരും, അതുപോലെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം വരും. ഇംഗ്ലണ്ടിലെ വിപ്ലവം ഗ്ലോറിയസ് റവല്യൂഷൻ എന്നാണ് അറിയപ്പെടുന്നത്. അതില് ചൈനീസ് വിപ്ലവത്തിന് രണ്ട് നേതാക്കന്മാരാണ്. 1921 ചൈനീസ് വിപ്ലവത്തിന്റെ നേതാവ് ഡോക്ടർ സന്യാസനാണ്. എന്നാൽ 1949 ചൈനയിൽ യഥാർത്ഥ വിപ്ലവം നടക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് വിപ്ലവം നടക്കുന്നത് 1949. അതിന്റെ നേതാവ് മാവോ സേതുങ്ങാണ്. അപ്പൊ ചൈനീസ് വിപ്ലവം രണ്ട് നേതാക്കന്മാർ, 1921 ഡോക്ടർ സന്യാസൻ, 1949 മാവോ സേതുങ്. ഇന്നും ആ 49 വിപ്ലവത്തിന് ശേഷവും ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് ചൈനയായി ചൈന നിലനിൽക്കുന്നു എന്നുള്ളത് ആ വിപ്ലവത്തിന്റെ പ്രാധാന്യം, ആ വിപ്ലവം എത്രമാത്രം ചൈനീസ് ജനത ഉൾക്കൊണ്ടു എന്നതിനുള്ള തെളിവാണ്. ചിയാങ് കൈഷക്കിനെ പോലുള്ള, യുവാൻ ഷിക്കോയെ പോലുള്ള വിഘടനവാദികളായ നേതാക്കന്മാരും ചൈനയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിൽ വേണം. മറ്റൊന്ന് മഹത്തായ വിപ്ലവം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഗ്ലോറിയസ് റവല്യൂഷൻ, ബ്ലഡ്ലെസ് റവല്യൂഷൻ എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ബ്ലഡ്ലെസ് റവല്യൂഷൻ, രക്തരഹിത വിപ്ലവമായിട്ടാണ് ഇംഗ്ലണ്ടിലെ വിപ്ലവം നടന്നത്. അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരം നിങ്ങൾക്ക് അറിയാം. അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരം ആരംഭിക്കുന്നത് തന്നെ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്ന സംഭവവുമായി. അതാണ് അമേരിക്കൻ വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബോസ്റ്റൺ ടീ പാർട്ടിയാണ്. ഫ്രഞ്ച് റവല്യൂഷനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫ്രഞ്ച് റവല്യൂഷന്റെ ഒരു മാസക്കേറാണ് ഫ്രഞ്ച് വിപ്ലവത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായിട്ട് പരിതപ്പെടുന്നത്. റഷ്യൻ വിപ്ലവം ബ്ലഡി സൺഡേ എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഈവന്റുമായി ബന്ധപ്പെട്ടാണ് ആരംഭിക്കുന്നത്. ഈ ഫ്രഞ്ച് റവല്യൂഷന്റെ ആ പേരിന്റെ മനസ്സിൽ ഇങ്ങനെ എന്ത് മാസ് അറിയുന്നവരുണ്ടെങ്കിൽ സൂചിപ്പിക്കണം. ഫ്രഞ്ച് വിപ്ലവം എന്ത് മാസക്കറ. അപ്പം ഈ ഓരോ വിപ്ലവങ്ങൾക്കും ഗ്ലോറിയസ് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷൻ അല്ലെങ്കിൽ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, ഫ്രഞ്ച് റവല്യൂഷൻ, റഷ്യൻ റവല്യൂഷൻ, ഇതിനൊക്കെയുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ, ആരംഭിക്കാനുള്ള കാരണങ്ങൾ, അതിന്റെ പ്രധാനപ്പെട്ട ലീഡേഴ്സ്, ഈ കാര്യങ്ങൾ ഓർമ്മയിൽ വേണം. ഏറ്റവും അവസാനമായി ലോക യുദ്ധങ്ങളെ കുറിച്ചുള്ള ഭാഗങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഒന്നാം ലോക യുദ്ധം 1914 ആരംഭിച്ചു. രണ്ടാം ലോക യുദ്ധം എന്നാരംഭിച്ചു? ലോകയുദ്ധത്തിന്റെ കാരണങ്ങൾ, ഒന്നാം ലോക യുദ്ധത്തിന്റെ കാരണം സെർജാവോ ഇൻസിഡന്റ് ആണ്, സെർജാവോ സംഭവമാണ്. രണ്ടാം ലോക യുദ്ധത്തിന്റെ കാരണം എന്താണ്? ആ യുദ്ധത്തിന്റെ വിവിധ ഘട്ടങ്ങൾ എന്തെല്ലാമാണ് എന്നുള്ള ഭാഗങ്ങൾ കൂടി പരിശോധിച്ച് പോകണം. ഞാൻ ഇന്ന് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇതിൽ ജോഗ്രഫി ഉണ്ടാവും, പൊളിറ്റിക്സ് ഉണ്ടാവും, എക്കണോമിക്സ് ഉണ്ടാവും. നമുക്ക് സമയപരിമിതി മൂലം ഇന്ന് തന്നെ ഇപ്പോ നമ്മളൊരു 1.5 മണിക്കൂർ ആവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ലാസ് നിങ്ങൾക്ക് തീർച്ചയായും
ഉപകാരപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിന്റെ നിർദ്ദേശങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഒന്നാമത് കുറച്ച് ദിവസമായിട്ട് ഞാൻ അല്പം തിരക്കിലായിരുന്നു എന്നുള്ളത്, അതുകൊണ്ടാണ് ഈ ക്ലാസ് പിന്നെ ഇങ്ങനെ വൈകി എടുക്കേണ്ടി വന്നത്. ഞാൻ ഇന്നലെ നമ്മളെ മകളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ പ്രയാസം ഉള്ളത് കൊണ്ട് അതിന് പോയിരിക്കുകയായിരുന്നു. ഇന്നലെ രാത്രിയാണ് എത്തിയത്. ഇന്നത്തെ നമ്മളെ തിരക്കൊക്കെ അറിയാം. അതുകൊണ്ട് വേണ്ടത്ര നിങ്ങൾ ഉദ്ദേശിച്ച രൂപത്തിൽ കാര്യങ്ങൾ പറഞ്ഞു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കൂടിയും ഈ ചർച്ച ചെയ്ത കാര്യങ്ങൾ സ്ഥിരമായി പരീക്ഷയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഈ പരീക്ഷ എഴുതുന്ന മുഴുവൻ ആളുകൾക്കും എല്ലാ വിജയാശംസകളും ഹൃദയപൂർവ്വം നേർന്നുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും.